ഡിയർ ഫ്രണ്ട്സ്, ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് മലയാളം മൂവീസിലൂടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പല മലയാളം മൂവീസിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒരു തീമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് കാണുന്ന പല മോഡേൺ സിനിമകളിലും പലതും സൈക്കോളജിക്കൽ ത്രില്ലേഴ്സാണ്. സീരിയൽ കില്ലിങ്, അങ്ങനെ പല തീമുകൾ നമുക്ക് മലയാള സിനിമകളിൽ കാണാനായിട്ട് സാധിക്കും. മറ്റു ഭാഷകളിലുള്ള സിനിമകളിലുള്ള പോലെ തന്നെ മലയാള സിനിമകളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് ചില ഫ്ലാഷ് ബാക്ക് പറയാനായിട്ടുണ്ട്. അതായത് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ മുന്നുണ്ടായിട്ടുള്ള ചില സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് അത് ഡെവലപ്പ് ചെയ്ത് ഇന്ന് വരെ വന്നിട്ടുള്ള സൈക്കോളജി തീമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് തീമായിട്ട് എടുത്തിട്ടുള്ള ചില സിനിമകളെ കുറിച്ചാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ഇൻസ്പയർഡ് സോൾസ്. ഡിയർ ഫ്രണ്ട്സ്, അത് 1989 പുറത്തിറങ്ങിയ വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രം, അത് ശ്രീനിവാസനെ കഥാപാത്രമാക്കിയിട്ട് തടത്തിൽ ദിനേശൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിൽ അദ്ദേഹം ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുന്നത്. പാരനോയ എന്നെങ്കിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എന്താണ്? പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഒരു ഹൈ സെൻസ് ഓഫ് സസ്പീഷൻ ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും സംശയമായിരിക്കും. മറ്റുള്ളവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ഒരു ഹൈ സംശയം ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പലപ്പോഴും അവരും കാണിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന വ്യക്തിക്ക് സംശയ രോഗം അത് ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ശ്രീനിവാസൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ തടത്തിൽ ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രം അത് സംശയ രോഗം പ്രകടമാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹം മാരേജിന് ശേഷമാണ് ഒരു സംശയ രോഗത്തിലേക്ക് വരുന്നത്. അതായത് സ്വന്തമായി തനിക്ക് ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ ആ ഭാര്യയ്ക്ക് തന്നെക്കാൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, എനിക്ക് തൻ്റെ ബോഡിയെ കുറിച്ച് അദ്ദേഹത്തിന് അതോടൊപ്പം ചെറിയ ഇൻഫീരിയോറിറ്റി ഉണ്ട്, തനിക്ക് തന്നെ കാണാൻ ഭംഗിയില്ല, അങ്ങനെയുള്ള ചില ചിന്തകൾ അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകൾ പിന്നീട് അദ്ദേഹത്തെ ചില ചിന്തകളിലേക്ക് ഡെലൂഷൻസിലേക്കും അതായത് ഒരു തോട്ട് ഡിസോർഡർ ആണ് ഡെലൂഷൻസ്, ചിന്തയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, അതിലേക്കൊക്കെ നയിക്കുകയും പിന്നീട് അദ്ദേഹം ഹാലൂസിനേഷൻസ് പോലും അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അതായത് മറ്റു വ്യക്തികൾ, ഇപ്പൊ ലാലു ലക്സ് ചെയ്യുന്ന ഒരു മിലിറ്ററിയിലെ മേജർ എന്ന കഥാപാത്രം തന്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയും ഒക്കെ ഉണ്ടാകുന്നു. അതുവഴി അദ്ദേഹം ലാലു ലക്സിന്റെ വീട്ടിൽ ചെല്ലുകയും അങ്ങനെയൊക്കെ പത്രപ്രവർത്തകന്റെ രൂപത്തിലും മറ്റൊക്കെ ചെല്ലുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഈ പാരനോയിൽ നിന്നുണ്ടാകുന്ന ചില ആക്ഷൻസ് ആണ് നമുക്ക് ഈ സിനിമയിലുടനീളം കാണാനായിട്ട് സാധിക്കും. അപ്പൊ പാരനോയിഡ് പേഴ്സണാലിറ്റീസിന് എപ്പോഴും ഒരു ഹൈ സെൻസ് ഓഫ് സസ്പീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്താലും, എസ്പെഷ്യലി താനായിട്ട് ബന്ധപ്പെട്ട ഭാര്യ പോലുള്ള ഒരു ക്യാരക്ടറിനോടാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളോട് ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ബിക്കോസ് അവരുടെ ഉള്ളിൽ ഒരു കമ്പാരിസൺ പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുകയും അതിനുശേഷം ഭാര്യയും മറ്റുള്ളവർ അതൊക്കെ മനസ്സിലാക്കുകയും ട്രീറ്റ്മെന്റിന് കൊണ്ടുപോവുകയും അദ്ദേഹം തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അത് മാറുന്നുണ്ടെങ്കിലും സിനിമ അവസാനിക്കുമ്പോൾ ഡയറക്ടർ ചെറിയൊരു സസ്പെൻസ് ഇടുന്നുണ്ട്. അതായത് വീണ്ടും അദ്ദേഹം ടോർച്ച് എടുത്ത് രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് വീണ്ടും കാണിക്കുന്നു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ദിസ് ആൻ എന്റർടൈൻമെന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് അവർ കാണിക്കുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. വളരെ നമുക്ക് പറയാം, മലയാളത്തിൽ തന്നെ ഒരു ആദ്യത്തെ ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കാണിക്കുന്നത് 1994 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലാണ് കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് ഗംഗ എന്ന സെൻട്രൽ ക്യാരക്ടർ, അതായത് ശോഭന ചെയ്യുന്ന ഗംഗ എന്ന സെൻട്രൽ ക്യാരക്ടർ, അവർ സഫർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നുള്ള ഡിസോർഡർ അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അവർ സഫർ ചെയ്യുന്നത്. ഇപ്പൊ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്ക് എളുപ്പം തന്നെ അനായാസം തന്നെ മറ്റൊരു പേഴ്സണാലിറ്റി ആവാനും അതിന്റെ എല്ലാ പ്രത്യേകതകളോടുകൂടി തന്നെ അത് ആവാനായിട്ട്, എല്ലാ കഴിവുകളോടും പ്രത്യേകതകളോടും കൂടി തന്നെ അത് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഗംഗ എന്ന കഥാപാത്രം പലപ്പോഴായിട്ട് നാഗവല്ലിയായിട്ട് മാറുന്നുണ്ട്. അതായത് ഹസ്ബൻഡിന്റെ നോളജ് ഇല്ലാതെ തന്നെ അവർ പലപ്പോഴും ആദ്യ സ്റ്റേജുകളിൽ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഹസ്ബൻഡിന്റെ ഒരു ഇതില്ലാതെ തന്നെ, നോളജ് ഇല്ലാതെ തന്നെ അവർ നാഗവല്ലിയായിട്ട് മാറുന്നു. ഇല്ലെങ്കിൽ ഈ നാഗവല്ലിക്ക് പലപ്പോഴും അവെയറാണ് മറ്റ്
ഗംഗയ്ക്ക് പലപ്പോഴും അറിയാം ഇയാൾ എത്ര നേരം ഉറങ്ങും എന്നുള്ള കാര്യം അറിയാം. അതിനനുസരിച്ച് അവർ നാഗവല്ലിയായി മാറുകയും ആ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഗംഗയായി വീണ്ടും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് അവരിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെയാണ് പലപ്പോഴും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടെ റീസൺ ആയിട്ട് പലപ്പോഴും പറയുന്നത്. ഇതിൽ ചൈൽഡ്ഹുഡിൽ കേട്ട കഥകളും കാര്യങ്ങളൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് പിന്നീട് ഇവരെ സ്ട്രോങ് ഐഡന്റിഫിക്കേഷനിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. നാഗവല്ലി സ്ട്രോങ് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ മൈൻഡ് എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഒരു സ്ട്രോങ് ഐഡന്റിഫിക്കേഷൻ നാഗവല്ലിയോട് സംഭവിക്കും. ഇവർ നാഗവല്ലിയായിട്ട് തന്നെ സങ്കല്പിക്കുകയും അങ്ങനെ നൃത്തം ചെയ്യുകയും പല കാര്യങ്ങളൊക്കെ ചെയ്യുകയും നാഗവല്ലി ചെയ്തിരുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡാൻസിങ് ഫ്രം ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഒരു പ്രത്യേകത. പിന്നീട് ഒരു നാടകീയമായ ട്രീറ്റ്മെന്റിലൂടെ സൈക്കോളജിയുടെയും മന്ത്രവാദത്തിന്റെയും ഒരു കൾമിനേഷനിലൂടെ അവരെ ട്രീറ്റ് ചെയ്യുകയും പുറത്തേക്ക് കൊണ്ടുവരികയും സാധാരണ വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എക്സ്ട്രാ ഓർഡിനറി സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളുകളിലും അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായ ആളുകളിലും ഉണ്ടാകാവുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. പലപ്പോഴും അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് കാണാനുള്ള അതിനുശേഷം കുറെ ഇങ്ങനെ തീമുകളുള്ള ഒരു സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ചില സിനിമകളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അത് റീസെന്റ്ലി റിലീസായിട്ടുള്ള കസിൻസ് എന്ന ചിത്രം 2014 പുറത്തിറങ്ങിയ കസിൻസ് എന്ന ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത റെട്രോഗ്രേഡ് അമ്നീഷ്യയാണ്. റെട്രോഗ്രേഡ്, there are two types of amnesia, retrograde and anterograde amnesia. ഇത് ഉണ്ടാകുന്നത് റെട്രോഗ്രേഡ് അമ്നീഷ്യയും ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യയും ഉണ്ടാകുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജ് വഴിയായിട്ടാണ്. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് തലയ്ക്ക് ക്ഷതമേൽക്കുമ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ഡാമേജുകൾ വഴി ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ റെട്രോഗ്രേഡ് അമ്നേഷ്യയിൽ ഒരു മനുഷ്യന് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നു. പുതിയ മെമ്മറീസ് ഉണ്ടാവും, പക്ഷെ ആക്സിഡന്റിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മറന്നു പോകും. ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യയിൽ ആക്സിഡന്റിന് മുന്നേ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പക്ഷെ പുതിയ മെമ്മറികൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ കുഞ്ചാക്കോ ബോബൻ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ മറന്നു പോവുകയും പിന്നീട് ഒരു ന്യൂ ലൈഫ് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവര് പിന്നീട് ആ സ്ഥലത്തേക്ക് പോവുകയും ആ ലൊക്കേഷനിലേക്ക് ഈ കാര്യങ്ങൾ നടന്ന സ്ഥലത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഓർമ്മ ഉണ്ടാവുകയും അങ്ങനെ അത് റിക്കവർ ആവുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് തന്നെ തീമായിട്ട് വരുന്ന ഈ അമ്നേഷ്യ തീമായിട്ട് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് 2014 പുറത്തിറങ്ങിയ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിലാണ്. 2014 തന്നെ പുറത്തിറങ്ങിയ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമിത പ്രമോദിന് എന്ന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യയാണ്. അവർക്ക് പഴയ കാര്യത്തെ കുറിച്ച് അവർ പൂർണ്ണമായിട്ട് മറന്നു പോവുകയും പിന്നീട് ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസും സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് അവരെ അതിൽ പ്രസന്റ് ചെയ്യുന്നത്. കസിൻസിൽ റെട്രോഗ്രേഡ് അമ്നേഷ്യ ആണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടോ ഈ മുഖത്തിൽ അവർ സഫർ ചെയ്യുന്നത് ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യയാണ്. ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യയിൽ അവർക്ക് പുതിയ മെമ്മറീസ്, പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം മറന്നു പോവുകയും പുതിയ മെമ്മറീസ് ഫോം ചെയ്യുകയും പെട്ടെന്ന് തന്നെ ആ മെമ്മറി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മൾ അതിൽ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ഫഹദ് ഫാസിൽ ഒത്തിരി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അദ്ദേഹത്തിന് കഥാപാത്രമാകുന്ന സിനിമകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്ത 2019 പുറത്തിറങ്ങിയ അതിരൻ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് അദ്ദേഹത്തെ ഒരു സ്കീസോഫ്രീനിക് ആയിട്ടാണ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം വളരെ ജെന്റിലായിട്ടൊക്കെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. പക്ഷെ അദ്ദേഹം സഫർ ചെയ്യുന്നത് സ്കീസോഫ്രീനിയാണ്. പക്ഷെ സ്കീസോഫ്രീനിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് മാഡ്നസ്. ആളുകൾ ഇറ്റ് ഈസ് എ സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. അവർ അവേ ഫ്രം റിയാലിറ്റി ആണ്. അവർ യാഥാർത്ഥ്യ ബോധം അവർക്ക് തീരെ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതിന്റെ സിംറ്റംസ് ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ് അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ സിനിമയിൽ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നോർമലായിട്ട് പ്രസന്റ് ചെയ്യുകയും അവസാനം ആ ഒരു ഡിസോർഡറിനെ കണ്ടെത്തുകയും അവർ ഈവൻ ഡോക്ടറിന് പോലും അത് മനസ്സിലാകാതെയൊക്കെ പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ സ്കീസോഫ്രീനിക് ആയിട്ടുള്ള ആളുകൾ അതൊരു ക്ലിയർ കേസ് ഓഫ് മാഡ്നസ് ആണ്. ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് അങ്ങനെ പലതും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരു നോർമൽ മനുഷ്യനെ പോലെ ചിന്തിക്കുക എന്നുള്ളത് പലപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം
കാര്യം തന്നെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാനും റിക്കവർ ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ഡിസോർഡർ. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു സിനിമ എന്ന് പറയുന്നത് 2018 പുറത്തിറങ്ങിയ ഒരു ഹേയ് ജൂഡ് എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ഒരു സിനിമയിൽ അദ്ദേഹത്തെ ഓട്ടിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. അത് ചെറുപ്പത്തിലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഡിസോർഡർ. സ്കീസോഫ്രീനിയ ഒക്കെ ചിലപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടായിരിക്കാം ആളുകൾ കാണിക്കുക, 25, 30 ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കും അത് കാണിക്കുക. പക്ഷെ ഈ ഓട്ടിസം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഐഡന്റിഫൈ ചെയ്തു വരുന്ന ഒരു ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ ഓട്ടിസ്റ്റിക് കുട്ടികൾ വളരെ ഹൈ ഐക്യു കാണിക്കാം. ഇപ്പോൾ അതിനകത്ത് നിവിൻ പോളിനെ ഒരു ഹൈ ഐക്യു ഉള്ള ഒരു കുട്ടിയായി ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് മലയാളത്തിലെ ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് പ്രസന്റ് ചെയ്യുന്ന ചിത്രങ്ങളായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. there are so many other movies which portray psychological disorders as their theme. അപ്പോൾ ഇത്രയും സിനിമകളിലെ ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.